നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പൂരി. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, തിരുമേനി രാവിലെ ഓഫീസിൽ പോകണം, ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനുണ്ട്, അപ്പോൾ അത് കാരണം ചെന്ന് തൊഴുതാൽ പോരെ, പ്രദക്ഷിണം വെക്കണോ, അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കേണ്ട ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ ഒന്ന് ഓടിപ്പോയി ഞങ്ങൾ തൊഴുതിട്ട് പോന്നാൽ പോരെ, ഒരുപാട് പേര് ഗോപുരത്തിൽ ഇന്ന് തൊഴുതാൽ പോരെ എന്ന് ചോദിക്കും. അവരോട് ഞാൻ പാടില്ല, അകത്ത് കയറണം എന്ന് തന്നെ പറയും. അല്ല, ചെന്ന് ചെല്ലുക, തൊഴുതിട്ട് പ്രസാദം മേടിച്ച് പോലെ നമ്മൾ പ്രദക്ഷിണം വെക്കാനുള്ള ഒരു സമയമില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പം ഞാൻ എന്നും ഭക്തന്മാരോട് പറയാറുണ്ട്, മിനിമമുള്ള പ്രദക്ഷിണം നമുക്ക് നിർബന്ധമാണ്. അത് ഓരോരുത്തർക്കും ഇത്ര സംഖ്യ എന്ന് പറയുന്ന പ്രദക്ഷിണമുണ്ട്, അത് വെക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ശരിക്കും നമ്മൾ എന്തിനാ ക്ഷതം അധികം ത്രയം, ക്ഷതം എന്ന് പറഞ്ഞാൽ നാശമാണ്, ത്രയം എന്ന് പറഞ്ഞാൽ ഉയർത്തുക, നാശത്തിൽ നിന്ന് ഉയർത്തുന്നതിനെയാണ് ക്ഷത്രം എന്ന് പറയുന്നത്. അപ്പം അത്രയും സങ്കല്പം എന്താണോ നമ്മുടെ ക്ഷതങ്ങൾ, നമ്മുടെ നാശങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എതിരായി നിൽക്കുന്ന ദുരിതങ്ങൾ എന്താണോ അതെല്ലാം മാറ്റി ത്രയിപ്പിക്കുക, ഉയർത്തിക്കൊണ്ട് വരുന്നതിനെയാണ് ക്ഷത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് തന്നെ പ്രധാനം എന്തിനാ? നമ്മളിലുള്ള ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുക, നന്മയും ഐശ്വര്യവും കിട്ടുക, നന്മ വരുത്തുക, നല്ല ബുദ്ധി ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ചിന്തിക്കണേ. അപ്പം അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനത്തിന് ശ്രമിക്കുമ്പോൾ ക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിൻ്റെ മാഹാത്മ്യം, ക്ഷേത്രത്തിൽ ചെന്നാൽ തന്നെ, ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ ശുദ്ധത്തിൻ്റെയൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്ഷേത്രത്തിൽ ചെന്നാൽ ക്ഷേത്രത്തിലെ ക്ഷേത്രേശൻ എന്ന് പറയുന്ന ഭഗവാന്, ആ ഭഗവാന് തൊഴുന്നതിന് തത്തുല്യമായ സംഭവങ്ങളെ പ്രദക്ഷിണം വയ്ക്കുക എന്ന് പറഞ്ഞു. ഒരു 9 മാസം ഗർഭിണിയായി നിൽക്കുന്ന സ്ത്രീയുടെ തലയിൽ ഒരു കുടം എണ്ണ വെച്ചിട്ട് ആ സ്ത്രീ എപ്രകാരമാണോ നടക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ പ്രദക്ഷിണം ചെയ്യണം. ആ പ്രദക്ഷിണം എന്ന് പറയണൽ എത്ര സ്പീഡ് കുറവായിരിക്കും ആ കുട്ടിക്ക്, എത്ര സ്പീഡ് കുറവായിരിക്കും. ഓരോ പദവും, അതായത് ഓരോ കാൽപാദവും അറിഞ്ഞു വേണം ഭഗവാന്റെ മുമ്പിൽ വെക്കാൻ. ഭഗവാനെ തൊഴുത് കഴിയുമ്പോൾ ആ ഭഗവാന്റെ ആ എന്താ പറയണേ, ഗർഭഗ്രഹശിലെ യഹോത്രം അന്തരാളം മുഖച്ചേവ എന്ന് പറഞ്ഞ പ്രമാണം, ആ ആ മുഖമണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് ഭഗവാനെ നമ്മൾ തൊഴുത് കഴിയുമ്പോൾ ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹകല, അല്ലെങ്കിൽ ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന ആ അനുഗ്രഹം നമ്മളിലേക്ക് ഏറ്റുവാങ്ങി നമ്മൾ നാശത്തിൽ നിന്ന് മുക്തരാകുന്ന സങ്കല്പത്തിൽ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് നന്മ വന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നു പ്രദക്ഷിണത്തിന്. യാനി ച പാപാനി ജന്മാന്തരകൃതാനി ച താനി വിനിശ്ചന്തി പ്രദക്ഷിണ പദേ പദേ. യാനി ച പാപാനി ജന്മാന്തരകൃതാനി ച, ജന്മാന്തരങ്ങളായി നിൽക്കുന്ന എല്ലാ പാപങ്ങളും, എല്ലാ ശാപങ്ങളും, ജന്മാന്തരങ്ങളായി അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും, എല്ലാ സങ്കടങ്ങളും, യാനി ച പാപാനി ജന്മാന്തരകൃതാനി ച താനി വിനിശ്ചന്തി പ്രദക്ഷിണ പദേ പദേ. പ്രദക്ഷിണത്തിൻ്റെ ഓരോ പദങ്ങളും ഓരോ കാൽവെപ്പിലൂടെ നമ്മൾ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ, ഓരോ പദങ്ങൾ വയ്ക്കുമ്പോൾ നമ്മുടെ ജന്മാന്തരങ്ങളായി നിൽക്കുന്ന ദുരിതങ്ങളെയും പാപങ്ങളെയും നമ്മളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് മാറ്റി, ക്ഷേത്രം അല്ലെങ്കിൽ ദേവൻ സ്വീകരിച്ച് നമ്മളെ പാപവിമുക്തരാക്കുന്നു. എന്ത് കേമ അത്? എന്താ കാരണം? അത് നമ്മൾ എന്തിനാ നമ്മുടെ ദുരിതങ്ങളോ പാപങ്ങളോ നമ്മളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ പോണേ. അപ്പം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങ് തന്നെയാണ് ക്ഷേത്ര പ്രദക്ഷിണം. എന്തുമാത്രം പ്രദക്ഷിണം ചെയ്യാവോ അത്രയും പ്രദക്ഷിണം ചെയ്യുക, എത്രമാത്രം പ്രാർത്ഥിക്കാവോ അത്രയും പ്രാർത്ഥിക്കുക. ഒരല്പം ജലദോഷമുണ്ട്, അതാണ്. എത്രമാത്രം പ്രാർത്ഥിക്കാം അത്രയും പ്രാർത്ഥിക്കുക. അപ്പോൾ ഭഗവാന് പ്രദക്ഷിണം വയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ നമ്മളിൽ നിന്ന് മാറുന്നു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ രാവിലെ സമയം കിട്ടാനും പ്രദക്ഷിണത്തിന് നിൽക്കണോ തിരുമേനി എന്ന് ചോദിച്ച ആളോട്, പ്രദക്ഷിണത്തിൻ്റെ പ്രാധാന്യം അതിഗംഭീരമാണ്, അതികേമാണ്. ഭഗവാന് പ്രദക്ഷിണം വയ്ക്കുമ്പോഴേ ആ ദർശനം പൂർത്തിയാവുള്ളൂ. അവിടെ കൊണ്ടും തീർന്നില്ല. ദീർഘദണ്ഡ നമസ്കാരം നിർലജോ ഗുരു സന്നിധവും ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരുഭ്യോ നിവേദയാൽ. ദീർഘദണ്ഡ നമസ്കാരം, ദീർഘദണ്ഡമായി ഞാൻ നമസ്കരിക്കുകയാണ്. നിർലജോസ് ഗുരു സന്നിധവും, അല്ലയോ ഗുരുവേ നിൻ്റെ മുമ്പിൽ. ശരീരമർത്ഥം പ്രാണഞ്ച, ശരീരം, അർത്ഥം സ്വത്തുക്കൾ, പ്രാണൻ
സദ്ഗുരുഭ്യോ നിവേദ്യ, നിനക്ക് നേദിക്കുകയാണ്. എൻ്റെ ദോഷം കൊണ്ടും ദുരിതം കൊണ്ടും ദുഃഖം കൊണ്ടും ശരീരത്തെയും പ്രാണനെയും ജീവനെയും നിവേദിക്കുകയാണ് ഓരോ നമസ്കാരം കൊണ്ടും. ദോഷമില്ലാത്ത, ദുഃഖമില്ലാത്ത, ദുരിതമില്ലാത്ത, ക്ലേശമില്ലാത്ത ജീവനെ എനിക്ക് തിരിച്ചു തരിക എന്ന് പറഞ്ഞ സങ്കല്പത്തിലാണ് നമസ്കരിക്കുന്നത്. അത്രയും ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് ദർശനം പൂർത്തിയാകുക. അത് സംശയമൊന്നും വേണ്ട, അതുകൊണ്ട് മാത്രമാണ് ദർശനം പൂർത്തിയാകുന്നത്. സ്ത്രീകൾ മുട്ടുകുത്തിയും ആണുങ്ങൾ നീണ്ടു നിവർന്നുമാണ് നമസ്കരിക്കുന്നത്. അതിപ്പം നമുക്ക് ഇപ്പോൾ എന്താ പറയുക, അവിടെ സൗകര്യമുള്ള സ്ഥലത്ത് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിരിക്കണം. അപ്പോഴാണ് ദർശനത്തിൻ്റെ പൂർണ്ണത തന്നെ. ഒരു ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. അപ്പം തിരുമനസ്സേ, ദർശനം മാത്രം മതിയോ, പ്രദക്ഷിണം വേണ്ട അല്ലേ എന്ന് ചോദിച്ചാൽ അവരോട് പറയാനുള്ള ഒരേ ഒരു ഉത്തരമാണ്, ദർശനം പോലെ തന്നെ പ്രാധാന്യമാണ് ക്ഷേത്രത്തിലെ പ്രദക്ഷിണവും നമസ്കാരവും. ഇത്രയാകുമ്പോഴാണ് ദർശനം പൂർണ്ണമാകണേ. അപ്പോൾ അതുകൊണ്ട് നാളെ തൊട്ട് അമ്പലത്തിൽ പോകുമ്പോൾ മറക്കേണ്ട, ഇങ്ങനെ ചെയ്തോളൂ. നമസ്കാരം, ഗോവിന്ദ നമ്പൂരി.